ഹിസ്ബുള്ളയ്ക്കെതിരായ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്ന് ഇസ്രായേലിന്റെ വമ്പൻ മുന്നറിയിപ്പ്. തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള പൂർണ്ണമായും പിന്മാറിയില്ലെങ്കിൽ അധികം വൈകാതെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലിറ്റാനി നദിക്കപ്പുറം മാത്രം ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രം പരിമിതപ്പെടുത്തുമെന്നായിരുന്നു വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധന. ഇതിനനുസൃതമായി തെക്കൻ ലെബനനിലുടനീളം ലെബനീസ് സൈന്യം അണിനിരക്കുമെന്നും ലിറ്റാനി നദി കടന്ന് ഹിസ്ബുള്ള വരില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാക്കുമെന്നും നേരത്തെ വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ലെബനൻ സൈന്യം തെക്കൻ ലെബനനിൽ പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, തെക്കൻ ലെബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഹിസ്ബുള്ളയുടെ സാന്നിധ്യങ്ങളുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത്. ലിറ്റാനി നദി കടന്നും ഹിസ്ബുള്ളയുടെ പ്രവർത്തനം നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഇസ്രായേൽ ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുമെന്ന സൂചന ഇസ്രായേൽ കാറ്റ്സ് നൽകുന്നത്. കഴിഞ്ഞ ദിവസവും ലെബനനിൽ തുടരുന്ന IDFന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനു സമാനമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇനിയും 30 ദിവസം കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ എപ്പോഴാണ് ലെബനനിൽ നിന്ന് IDF ഇസ്രായേലി സൈന്യം പിന്മാറുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ എന്നാണ് IDFന്റെ പ്രധാനപ്പെട്ട ലെബനനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതിന് ചില കാരണങ്ങളുണ്ട്. അതായത് അമേരിക്കയുടെ മധ്യസ്ഥത പ്രകാരം നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ലെബനനും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുണ്ടായ ചില നിബന്ധനകളുണ്ട്. അതിൽ ലെബനനും ഹിസ്ബുള്ളയും മുന്നോട്ട് വച്ച നിബന്ധനകൾ അല്ലെങ്കിൽ അംഗീകരിച്ച നിബന്ധനകൾ അവർ പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത്. അതിലേറ്റവും പ്രധാനം 60 ദിവസക്കാലം ലെബനനുള്ളിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ സൈന്യം തുടരും. ഈ കാലാവധി കൊണ്ട് തെക്കൻ ലെബനൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ലെബനൻ്റെ ഔദ്യോഗിക സേന ഏറ്റെടുക്കും. ലിറ്റാനി നദിക്ക് അപ്പുറം മാത്രമേ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം സാധ്യമാക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, ലിറ്റാനി നദിക്ക് അപ്പുറവും ഹിസ്ബുള്ളയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. സായുധ പ്രവർത്തനങ്ങൾ ഒരിക്കലും ലെബനൻ ഔദ്യോഗിക സൈന്യം അനുവദിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സംഘടന എന്ന നിലയ്ക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം മാത്രമേ വരും കാലങ്ങളിൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അത് ലെബനൻ്റെ ഭരണകൂടം ഉറപ്പിക്കും, അത് വ്യക്തമാക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ പറഞ്ഞതുപോലെയൊന്നും കാര്യങ്ങൾ സാധ്യമാകുന്നില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന വ്യക്തമാക്കുന്നത്. തെക്കൻ ലെബനനിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേലിന് നേരെ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ്. തെക്കൻ ലെബനനിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഒരു പുനരുജ്ജീവനത്തിന് ശ്രമിക്കുന്നു എന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് തെക്കൻ ലെബനനിലെ നിയന്ത്രണം പൂർണ്ണമായും ലെബനീസ് ഔദ്യോഗിക സേന ഏറ്റെടുത്തിട്ടില്ല. ലെബനീസ് ഔദ്യോഗിക സേനയുടെ സാന്നിധ്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടുത്തെ ഭരണം, അവിടുത്തെ നിയന്ത്രണം ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് തന്നെയാണ്. ഇസ്രായേലി സേന ഏത് നിമിഷമാണോ തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നത്, ആ നിമിഷം ഹിസ്ബുള്ള അവരുടെ പുനരുജ്ജീവനം ആരംഭിക്കും, അവരുടെ റീയൂണിയൻ ആരംഭിക്കും. വീണ്ടും വർഷങ്ങൾക്കുള്ളിൽ പഴയ ശക്തിയിലേക്ക് ഹിസ്ബുള്ള തിരിച്ചെത്തുമെന്നാണ് IDF വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു റിസ്ക് എടുക്കാൻ ഇസ്രായേലി സേന തയ്യാറല്ല. വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് കുടിയിറക്കപ്പെട്ട അല്ലെങ്കിൽ പലായനം ചെയ്ത വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. അവർക്ക് സമാധാനത്തോടെ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ പ്രകോപനമുണ്ടാകരുത്, ഭീഷണി ഉണ്ടാകരുത്. അങ്ങനെ ഹിസ്ബുള്ളയുടെ ഭീഷണി എന്നേക്കുമായി ആ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയണമെങ്കിൽ തെക്കൻ ലെബനൻ്റെ പരിപൂർണമായ നിയന്ത്രണം ലെബനൻ്റെ ഔദ്യോഗിക സേന ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നിലവിലുള്ളതുപോലെ ഇസ്രായേലിൻ്റെ സേന അവിടെ നിലയുറപ്പിക്കണം. ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ വീണ്ടും ഹിസ്ബുള്ള അവിടെ ശക്തി പ്രാപിക്കും. ഹിസ്ബുള്ളയുടെ ഭീഷണി വരും കാലങ്ങളിലും ഇസ്രായേലിന് നേരെ, പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകും. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. നേരത്തെ തെക്കൻ ലെബനനിലെ അതിർത്തി പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി സന്ദർശിച്ചിരുന്നു. ഈ മേഖലകൾ സന്ദർശിക്കുകയും ഇവിടെയുള്ള IDFന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിലപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരമൊരു നിർണായകമായ പ്രഖ്യാപനം ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.
അധികം വൈകാതെ ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറേണ്ടി വരും. നിലവിലെ സാഹചര്യം അങ്ങനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം വാക്ക് തന്ന പല കാര്യങ്ങളിൽ നിന്നും ലെബനീസ് ഭരണകൂടവും ഹിസ്ബുള്ളയും പിന്നോട്ട് പോയിരിക്കുന്നു. വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇസ്രായേൽ തയ്യാറല്ല. വടക്കൻ ഇസ്രായേലിലെ 50,000-ഓളം വരുന്ന ജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സുരക്ഷിതമായ സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്നതുവരെ ഇസ്രായേലി സൈന്യത്തിൻ്റെ സാന്നിധ്യം തെക്കൻ ലെബനനിൽ ഉടനീളം ഉണ്ടാകും. ഇനിയും ഒരു പ്രകോപനം ഉണ്ടായാൽ വെടിനിർത്തൽ കരാർ പിൻവലിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ 1 മാസം പിന്നിടുമ്പോൾ വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിലേക്ക് ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ ശാശ്വതമല്ലെന്നും ഏത് നിമിഷവും വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തെക്കൻ ലെബനനിലുടനീളം ഇസ്രായേലിൻ്റെ സാന്നിധ്യമുണ്ട്, സൈനിക സാന്നിധ്യമുണ്ട്. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള എവിടെയൊക്കെ തലപൊക്കുന്നുണ്ടോ അവിടെയൊക്കെ അതേസമയം തന്നെ ആക്രമിക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്. അതേസമയം ലെബനൻ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക സേനയ്ക്കെതിരെയും ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയെ അടിച്ചമർത്താൻ ലെബനൻ്റെ ഔദ്യോഗിക സേനയ്ക്ക് കഴിവില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 45 മുതൽ 50 ദിവസം വരെ നീണ്ട യുദ്ധത്തിനൊടുവിലാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ സാധ്യമാക്കിയത്. ഈ 45-50 ദിവസത്തിനിടയിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ലെബനൻ തലസ്ഥാനത്തിനും സമീപത്തുമുള്ള ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ, ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ, ഹിസ്ബുള്ളയുടെ ലെബനൻ സിറിയ അതിർത്തിയിലുള്ള ആയുധ ഡിപ്പോകൾ, അങ്ങനെ ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിലും മധ്യ ലെബനനിലും വടക്കൻ ലെബനനിലുമുള്ള മുഴുവൻ ആയുധ ഡിപ്പോകളെയും ആക്രമിച്ച് നശിപ്പിക്കുകയും ലെബനൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധശാലകളും ആയുധ നിർമ്മാണശാലകളും ആക്രമിച്ച് തകർക്കുകയും ചെയ്തു ഇസ്രായേൽ സേന. അങ്ങനെ ആയുധപരമായി വലിയ സമ്പന്നമായിരുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അവരുടെ 90% ആയുധങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥയിലായി. അത്രത്തോളം മാരകമായ ഭീതികരമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിട്ടത്. അങ്ങനെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ഹിസ്ബുള്ള ഒടുവിൽ ഗത്യന്തരമില്ലാതെ വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചപ്പോൾ ഹമാസിനെതിരെ നടത്തിയ ഒരു യുദ്ധതന്ത്രമായിരുന്നില്ല സ്വീകരിച്ചത്. ആദ്യം തന്നെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളെ, ആയുധ നിർമ്മാണശാലകളെ, ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്ന ആയുധ വരവിനെ, ആയുധ കടത്തിനെ, ആയുധ വിതരണ ശൃംഖലകളെ, ഇതിനൊക്കെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അങ്ങനെ ഉള്ള ആയുധങ്ങൾ നശിപ്പിക്കുകയും പിന്നീട് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ. ഇതോടെ ആകെ പ്രതിസന്ധിയിലായി ഹിസ്ബുള്ള. ഒന്ന്, ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങൾ പോലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയത്. ഒടുവിൽ മറ്റ് പോംവഴികളില്ലാതെ അന്താരാഷ്ട്ര സംഘടനകളുടെ സമ്മർദ്ദത്താൽ ഒടുവിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടേണ്ട സാഹചര്യം ഹിസ്ബുള്ളയ്ക്കുണ്ടായി. അതിനു പിന്നാലെയും ശക്തമായ നിരീക്ഷണം തന്നെയാണ് ലെബനനിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇടംബലം തിരിയാൻ സമ്മതിക്കാതെ, ഹിസ്ബുള്ളയെ ഏതെങ്കിലും തരത്തിലൊന്ന് പുനരുജ്ജീവിക്കാൻ സമ്മതിക്കാതെ കൃത്യമായ നിതാന്തമായ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുകയാണ് ലെബനനിലെ ഇസ്രായേൽ സൈന്യം.